കൂടത്തായി, കോഴിക്കോട്. ശാന്തമായി തോന്നുന്ന ഒരു വീട്. വിശ്വാസം കൊണ്ടാണ് ഇവിടെ ബന്ധങ്ങൾ നിൽക്കുന്നത്. അവരുടെ നടുവിൽ മൃദുവായി പുഞ്ചിരിച്ചിരുന്ന ഒരു സ്ത്രീ, ജോളി ജോസഫ്. ആ വീട്ടിൽ എല്ലാ തീരുമാനങ്ങളും അമ്മായിയമ്മ അന്നമ്മയുടെ കയ്യിലായിരുന്നു. 2002 അവൾ പെട്ടെന്ന് മരിച്ചു. വീട്ടിലെ അധികാരത്തിൻ്റെ തൂക്കം മാറി. 2008 സ്വത്തിൻ്റെയും രേഖകളുടെയും കാവൽക്കാരൻ അപ്പനായ ടോം തോമസ്, അവരും മരിച്ചു. വീടിപ്പോൾ കുറച്ചുകൂടി ജോളിയുടെ കൈവശം. പക്ഷെ ഒരു തടസ്സം ബാക്കിയുണ്ടായിരുന്നു. ജോളിയുടെ ഭർത്താവ് റോയി. 2011 ഒരു രാത്രി അവൻ്റെ ജീവനും അവസാനിച്ചു. 2014 ഈ മരണങ്ങളെക്കുറിച്ച് സംശയം ചോദിക്കാൻ തുടങ്ങിയ മാത്തൻ കൂടി നിശബ്ദമായി ഇല്ലാതായി. ഇതിനുശേഷം അവൾ കണ്ണുവെച്ചത് ഷാജുവിന്മേൽ. പക്ഷെ ഷാജുവിൻ്റെ ജീവിതത്തിൽ സിലി ഉണ്ടായിരുന്നു. 2016 സിലിയും, തുടർന്ന് 1.5 വയസ്സുള്ള കുഞ്ഞാൽഫിയും. മരണം ഒന്നൊന്നായി ആ വീട്ടിലേക്ക് മടങ്ങി വന്നു. എല്ലാ മരണങ്ങളിലും സ്ഥിരമായി ഉണ്ടായിരുന്നത് ഒരേ ഒരു സാന്നിധ്യം, ജോളി. കേസ് തുറന്നു, കല്ലറകൾ ഉയർത്തി. റിപ്പോർട്ടുകൾ പറഞ്ഞത് ഒരൊറ്റ വാക്ക്: സയനൈഡ്. ഇതൊക്കെ എന്തിനായിരുന്നു? വീട്ടിൻ്റെ നിയന്ത്രണം, സ്വത്ത്, അധികാരം. ഒടുവിൽ സ്വന്തം ജീവിതം താൻ ആഗ്രഹിച്ച പോലെ നയിക്കാനുള്ള മോഹം. ഭീഷണി എപ്പോഴും അന്യനിൽ നിന്നല്ല വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും വിശ്വസിച്ച പുഞ്ചിരിക്കുള്ളിലാണ് ഇരുട്ട് താമസിക്കുന്നത്.